ഞാൻ മജീദാണ്. ഇപ്പോൾ ഇറാനിലും അതേമാതിരി ഇസ്രായേലിലും യുദ്ധം നടക്കുകയാണ്. ഈ രണ്ട് രാജ്യത്തും യുദ്ധം നടന്നാലും ഈ രണ്ട് രാജ്യത്തെ സാധാരണക്കാർക്കാണ് അതിൻ്റെ ഗതികേട് അല്ലേ. ഇതിൻ്റെയൊക്കെ കുറുക്ക് വഴി എന്നുവെച്ചാൽ കുറുക്ക് കണ്ണ് ആരുതാന്ന് നിങ്ങൾക്കറിയോ? അമേരിക്കൻ്റെയാണ്. അപ്പോൾ ഈ ചരിത്രം അറിയാത്ത അമേരിക്കൻ്റെ ഈ കുറുക്ക് വഴിയിലെ ചരിത്രം അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാത്ത മാതിരി നടക്കുന്ന ആൾക്കാർ, ഈ ഏഷ്യാനെറ്റ് ന്യൂസ്, അതേമാതിരി 24, അതേമാതിരി മീഡിയ 1, മലയാള മനോരമ, അതേമാതിരി മാതൃഭൂമി, കൈരളി ന്യൂസ്, ഇതേമാതിരി ചാനൽ വാർത്ത കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇരുന്നുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ കുറച്ച് ശതമാനം, 100% എടുത്താൽ കുറച്ച് ശതമാനം ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകാണ്ട് ഓരോ കമൻറ്റ് എഴുതിയിട്ട് അത് വായിച്ചാൽ സങ്കടം തോന്നും. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് വീഡിയോസ് തന്നെ ചെയ്യാൻ കാരണം അമേരിക്കക്ക് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു വലിയ ഒരു സംഭവമായിക്കാണ്ട് നടക്കണമെന്ന ഒറ്റൊരു ചിന്തയുള്ളൂ. അങ്ങനെ നടക്കണമെങ്കിൽ അതിന് പൈസ വേണം, സമ്പത്ത് വേണം. ഈ ലോകത്തിൽ കൂടുതൽ സമ്പത്തുള്ളത് പറഞ്ഞാൽ ഈ ഗൾഫ് മേഖലയിലാണ്. എന്നുവെച്ചാൽ സ്വർണം, അതേമാതിരി എണ്ണ, എന്നുവെച്ചാൽ പെട്രോൾ, ഡീസൽ, അങ്ങനത്തെ സമ്പത്ത്. അപ്പോൾ അതിന് എന്നുവെച്ചാൽ അതിന് ഒറ്റയടിക്ക് വന്നുകൊണ്ട് ഗൾഫ് മേഖലയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ചരിത്രമാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. കുറേ മുന്നേ ഇറാനും ഇറാഖും ഒരു യുദ്ധം ഉണ്ടായി. അന്ന് അമേരിക്ക ആരപ്പം നിന്നത്? അന്ന് അമേരിക്ക നിന്നത് ഇറാൻ്റെ ഒപ്പമാണ്. എന്നുവെച്ചാൽ സദ്ദാം ഹുസൈൻ എന്ന ഇറാഖ് ഭരിക്കുന്ന ഭരണാധികാരിൻ്റെ ഒപ്പമാണ് അന്ന് അമേരിക്ക നിന്നത്. അന്ന് അമേരിക്ക ഇറാനിനെ ആക്രമിക്കാൻ വേണ്ടി അന്ന് സദ്ദാം ഹുസൈന് കുറേ ആയുധങ്ങൾ കൊടുത്തിരുന്നു. അന്ന് ആ യുദ്ധം, ഇറാനും ഇറാഖുമില്ല യുദ്ധം, അന്ന് കുറേ വെച്ചാൽ കുറച്ച് വർഷങ്ങൾ അങ്ങോട്ട് നീണ്ടു പോയി. അത് ആ യുദ്ധം ഇല്ലാതെ ആയിട്ട്, എന്നുവെച്ചാൽ ഏത് രാജ്യത്തും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സമ്പത്ത് അടിയിൽ പോകില്ലേ. പിന്നെ ആ യുദ്ധം അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്ക എന്താ ചെയ്തത്? അന്ന് ബുഷിൻ്റെ കാലഘട്ടം വന്ന് അമേരിക്കയിൽ അന്ന് ബുഷ് എന്താ ചെയ്തത്? ഇറാഖിൻ്റെ കയ്യിൽ മാരക ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിനെ ആക്രമിച്ചുകൊണ്ട് സദ്ദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ അന്ന് തൂക്കിലേറ്റി. എന്നുവെച്ചാൽ ഇറാഖിൽ അമേരിക്ക പറയുന്ന ഒരു പാവ സർക്കാർ ഉണ്ടാക്കിയാണ്ട് ആ സർക്കാർ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. അതൊരു ബലിപെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു അല്ലേ. അപ്പോൾ അവിടെയും തന്നെ ഗൾഫ് രാജ്യത്തെ സമ്പത്താണ് അമേരിക്കൻ്റെ കുറുക്കു ബുദ്ധി, മനസ്സിലായോ? അപ്പോൾ അമേരിക്കനോട്ട് വെച്ചാൽ അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ നേരെ വിപരീതം പറയുന്നത് ഒരു രാജാക്കന്മാരാണ് സദ്ദാം ഹുസൈനും അതേമാതിരി ഇറാനിലെ രാജാക്കന്മാരും. സൗദി അറേബ്യ, അതേമാതിരി ഖത്തർ, UAE, അതേമാതിരി കുവൈത്ത്, ഇവരൊക്കെ പറഞ്ഞാൽ പേടിത്തൊണ്ടന്മാരാണ്. അമേരിക്ക പറയുന്ന അതേമാതിരി കേട്ട് നിൽക്കുന്ന ഗൾഫിലെ രാജാക്കന്മാരാണ് സൗദിയത്തിൻ, കുവൈത്ത്, ഖത്തർ, UAE, അതേമാതിരി ഒമാൻ, ബഹ്റൈൻ, ഇവിടുത്തെ രാജാക്കന്മാർ. അപ്പോൾ അമേരിക്കനോട്ട് എതിർക്കുന്ന രാജ്യത്തെ രാജാക്കന്മാരെ അമേരിക്ക ഇല്ലാതാക്കും. അങ്ങനെ അന്ന് സദ്ദാമിനെ ഇല്ലാതാക്കി. ഇന്ന് അതേമാതിരി ഇറാനിനെയും ഇല്ലാതാക്കുകയാണ്. ഇന്ന് ഈ ഇറാനിനെ ഇല്ലാതാക്കിങ്ങാണ്ട് അമേരിക്ക പറയണ ഇറാനിലെ ഒരു പുതിയ സർക്കാരിനെ അമേരിക്ക അവിടെ ഉണ്ടാക്കിയാണ്ട് ഇറാനിലെയും ഇറാഖിൻ്റെയും സമ്പത്ത് അമേരിക്ക പിടിച്ച് അടക്കാം എന്നൊരു ഒറ്റൊരു വിചാരമാണ് അമേരിക്കൻ്റെ ചിന്ത. ഇനി ഇവിടെ യുദ്ധം ഉണ്ടായിട്ട് അവിടുത്തെ ഈ പാവപ്പെട്ട കുട്ടികളുടെ ഒരു അവസ്ഥയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടു നോക്കി. കണ്ടില്ലേ ആ കുട്ടിയുടെ ഒരു അവസ്ഥ? ഇതേ മാതിരിയാണ് യുദ്ധം നടക്കുന്ന ഏത് രാജ്യത്തെയും സാധാരണക്കാരൻ്റെ അവസ്ഥ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കമൻറ്റ് ബോക്സിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ അമേരിക്കയും പോയിങ്ങാണ്ട് ഇറാനിൽ പോയിങ്ങാണ്ട് ബോംബിട്ടിരിക്കണ്.
എന്നുവെച്ചാൽ അമേരിക്കൻ്റെ ആ ബോംബ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഭൂമിൻ്റെ അടിക്ക് താണു പോകുന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അമേരിക്കയോട് പോയി ഇറാനിൽ ബോംബ് ഇട്ടിക്കണ്. ഇനി ഇറാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഗതി കെട്ടാൽ നീർക്കോലും പിന്നെ കടിക്കുന്നൊരു ചൊല്ലുണ്ട്. ഇനി ഇറാനത്തെ മിസൈൽ, കാരണം അമേരിക്കൻ്റെ പട്ടാളം പിന്നെ ഇറാഖിലുണ്ട്. ഇറാഖിൽ അമേരിക്ക പറയുന്ന ഒരു പാവ സർക്കാരാണ്. അപ്പോൾ ഇറാനിലുണ്ട് അമേരിക്കൻ്റെ പട്ടാളം, സൗദി അറേബ്യയിലുണ്ട്, പിന്നെ അതേമാതിരി പിന്നെ എന്താ കുവൈത്തിലുണ്ട്. അങ്ങനെ അറബ് രാജ്യത്തിൽ പിന്നെ അമേരിക്കൻ്റെ പട്ടാളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇറാൻ അവിടുന്ന് നേരിട്ടുകാണ്ട് ഇറാൻ ഈ ഗൾഫ് രാജ്യത്തിൽ നിൽക്കുന്ന അമേരിക്കൻ്റെ പട്ടാളത്തിൻ്റെ അവിടേക്ക് നേരിട്ട് മിസൈൽ അയക്കും അല്ലേ, അയക്കൂലേ? അപ്പോൾ അത് ലക്ഷ്യം തെറ്റിങ്ങാണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗൾഫ് മേഖലയിൽ പോയി പതിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഈ പിന്നെ പ്ലെയിനോട്ടം വരെ നിൽക്കൂലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖല ആകെ സ്തംഭനമായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്ന് കുറേ പിന്നെ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എവിടെ ചെയ്യുന്നുണ്ട്? ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പണിയില്ലാതാകും ആകൂലേ. അവർക്ക് അവിടെ പണിയില്ലാതാകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ശമ്പളം, അവരുടെ ശമ്പളം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനാണ് അതിൻ്റെ ഒരു ഗതികേട് ഉണ്ടാകുക അല്ലേ. ഇങ്ങോട്ട് ഇപ്പോൾ പൈസ എത്തിയിട്ടില്ലെങ്കിൽ, ഗൾഫിൻ്റെ സമ്പത്ത് ഇങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഞം തിന്നാൻ ഒരു മാർഗവും നമുക്കുണ്ടാവില്ല. അപ്പോൾ അത് ഈ കമൻറ്റ് ബോക്സിൽ ഏഷ്യാനെറ്റിലും അതേമാതിരി കൈരളിയിലും മീഡിയ വണ്ണിലും 24ലും അതേമാതിരി മലയാള മനോരമയിലൊക്കെ ന്യൂസ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ തിരിഞ്ഞ് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊന്ന് ബുദ്ധിയോണ്ട് ആലോചിക്കാണ്ട് അതൊന്ന് പിന്നെ ആലോചിച്ചോണ്ടു. എനിക്ക് ഈ അവസരത്തിൽ അതാണ് ലാസ്റ്റ് പറയാനുള്ളത്. ഓക്കെ, ആദ്യം വേണ്ടത് മനുഷ്യന് തിന്നാൻ എന്തെങ്കിലും ഇതാണ് അല്ലേ. എന്നുവെച്ചാൽ ഗൾഫ് മേഖല സ്തംഭനമായി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള പൈസ വരവ് നിൽക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ചുരുക്കി പറഞ്ഞ പോക്കാണ്. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.